ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു വഴുതനങ്ങ തോരൻ വെക്കാം. വഴുതനങ്ങ എന്ന് പറയുമ്പം നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, അത് നല്ലൊരു തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുവാണ്. കടുക് പൊട്ടി വറ്റൽമുളക്, ഇത് ഒരു സവാള ഉള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ആവശ്യമായ ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, നേരത്തെ സവാള കൊണ്ട് ഇടാൻ മറന്നുപോയി, ലേശം ജീരപ്പൊടി, നമ്മൾ തേങ്ങയെല്ലാം വഴണ്ടിട്ടുണ്ട്. ഇത് വഴുതനങ്ങ ഉണ്ടല്ലോ, കുഞ്ഞായിട്ട് അരിഞ്ഞ വഴുതനങ്ങയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, വെള്ളം തെളിവെള്ളം, വെള്ളത്തെ വെള്ളം തിളച്ച് വരും, ആ വെള്ളം കുറച്ച് ചൂടുവെള്ളത്തിലൊഴിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ടൊഴിച്ച് ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇരുന്നപ്പം ഇതിനകത്തേക്ക് ഒരു കറയുണ്ട്, നമുക്കൊരു കവർപ്പ് പോലെ തോന്നിയൊരു കറയാണ്. ആ കറ മൊത്തം അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് പിഴിഞ്ഞിങ്ങെടുത്താൽ മതി. വെള്ളമയമൊന്നുമില്ല, നല്ലതായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം കറി ഉണ്ടെങ്കിൽ നമുക്കൊരു കവർപ്പ് പോലെ തോന്നും. അപ്പം നല്ലൊരു തോരനാണിത്. നമുക്ക് തല്ലിപ്പൊത്തി തീ കുറച്ച്, വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമുക്കൊന്ന് അടിച്ചൊക്കെ ചെറു തീയിലൊന്ന് ആവി കയറിക്കോട്ടെ. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതേ നമ്മുടെ വൻപയറുണ്ടല്ലോ, ചെറുപയറിനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ വൻപയറാണ് കേട്ടോ. നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പം ഏറ്റവും നല്ല ടേസ്റ്റ് ഒന്ന് വൻപയറാണ്. അപ്പം നമുക്ക് പച്ചക്കറിയും നമ്മുടെ ഉള്ളി ചെല്ലും, പയറുവർഗ്ഗങ്ങളും നമ്മുടെ ഉള്ളി ചെല്ലുമല്ലോ, അപ്പം നല്ലതല്ലേ അത്. നല്ലൊരു തോരനാണിത്. ഞാൻ മിക്ക തോരനും ഞാൻ ഈ വൻപയറാണ് എടുക്കുന്നത്. ചെറുപയർ അങ്ങനെ ചിലപ്പോഴങ്ങനെ ഉള്ളൂ. ഈ ചേനത്തണ്ടൊക്കെ തോരൻ വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറുപയർ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ വൻപയറിട്ട് തോരൻ വെക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ തോരൻ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അതേപോലെ തന്നെ കിടപ്പുണ്ടേ. ഈ വഴുതനങ്ങ ഒരു ആവി കയറുമ്പം കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ഈ പേടി. അപ്പോൾ ഇത് നമ്മൾ ഇളം ചൂടിനകത്ത് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത് തോരൻ വെച്ചത്. നല്ല കണ്ടിട്ട് എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ്, നല്ലതായിട്ട് തോന്നുന്നില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളെ കാലം ലേശം ഇളം ചൂടുവെള്ളത്തിനകത്ത് ശകലം ഉപ്പ്, പണ്ടൊക്കെ ആണെങ്കിൽ ചുണ്ണാമ്പിടുമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അമ്മ ഇതുപോലെ വാഴയ്ക്ക തോരൻ ഇങ്ങനെയൊക്കെയുള്ള തോരനെടുക്കുക, അമ്മ ശകലം ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിടുമ്പോൾ മൊത്തം കറിയിങ്ങ് പോരും. ഇപ്പം ചുണ്ണാമ്പൊന്നുമില്ലല്ലോ, അപ്പോൾ ഉപ്പിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ തോരനെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.